ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യാം. ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നിലവിൽ 31 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലത്തെ സെല്ലിംഗ് പ്രഷർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റ് മൊത്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ഇസ്രായേൽ ആൻഡ് ഇറാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് വീണ്ടും ഉണ്ടായതിൻ്റെ പേരിൽ മാർക്കറ്റിൽ വളരെ സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ബ്രെൻഡ് ക്രൂഡ് അടക്കം നല്ല രീതിയിൽ അപ്സൈഡ് പോയി. ആൻഡ് ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിളായി, എന്താ പറയുക, അവരുടെ ഒരു യുദ്ധം ഒന്ന് നിർത്താനുള്ള ഏകദേശം ധാരണയായെന്നുള്ളൊരു തീരുമാനത്തിനപ്പുറത്ത് ഒന്ന് സ്റ്റേബിൾ ആയിരുന്നു. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 43 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. അപ്പം അത് വലിയ പ്രശ്നമില്ല ഇന്നലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. കാര്യം എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി ഒരു റിക്കവറി നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി 550 പോയിന്റ്സ് അപ്സൈഡും ഹാങ്സങ് 136 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. ബട്ട് സ്ട്രേറ്റ് ടൈംസ് 26 പോയിന്റ്സ് അപ്സൈഡാണ്. തായ്വാൻ വെയിറ്റഡ് 402 പോയിന്റ്സ് അപ്സൈഡ്. അപ്പം ഏഷ്യൻ മാർക്കറ്റ്സ് ആ ന്യൂസിനോട് കുറച്ച് ഭേദപ്പെട്ട രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. കുറച്ചധികം ആ സെല്ലിംഗ് പ്രഷർ അബ്സോർബ് ചെയ്യാൻ ഏഷ്യൻ മാർക്കറ്റ്സിന് അത് കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി 43 പോയിന്റ്സ് ഡൗൺ സൈഡാണ്. മേ ബി ഒരു 50-60 പോയിന്റ്സ് ഡൗൺ സൈഡിൽ മാർക്കറ്റ് തുറന്ന ശേഷം ഒരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് ടോട്ടലി അതൊന്ന് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ. ഓക്കെ, യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സെന്റിമെന്റ്സ് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏഷ്യൻ മാർക്കറ്റ്സ് നിലവിൽ വലിയ പ്രശ്നമില്ലാതെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കും പ്രതീക്ഷ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വ്യൂ സെയിം ആയിട്ട് തന്നെ കൊണ്ടുപോകാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു ഡിമാൻഡ് സോണായിട്ട് 22,916 നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡിമാൻഡ് സോണ് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ആണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഈ ഒരു ഡിമാൻഡ് സോൺ, ഈ ഒരു ഇത്രയും വലിയൊരു ഏരിയ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇന്നലത്തെ ആ ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്ക് ഇന്ന് വലിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഈ ഒരു 22,900 എന്ന് പറഞ്ഞാൽ ഈ സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് തീർച്ചയായിട്ടും വലിയ സെല്ലിംഗ് പ്രഷറിലേക്ക് പോകും. അപ്പോൾ അതൊരു ബേസിക് കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 22,916 അതായത് 916 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും 22,540 എന്ന് പറഞ്ഞ ഈ സോണിലേക്ക് വരാനാണ് പോസിബിലിറ്റി ഉള്ളത്. ഓക്കെ, മറിച്ച് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഒരു സാമാന്യ ഭേദപ്പെട്ട ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് ഇന്നത്തെ ദിവസം പോകാം. ഓക്കെ, അപ്പോൾ എന്നാലും ഈ സോൺസിലെല്ലാം മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,260 ആൻഡ് 23,430. അപ്പോൾ മാർക്കറ്റിലെ അടുത്ത സപ്ലൈ സോൺസ് ഇത് രണ്ടുമായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും ഈ സോൺ ബ്രേക്ക് ചെയ്യാതെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ 15 മിനിറ്റ് ചാർട്ടിലാണ് ഈ ഒരു സോൺസ് വരച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ന്യൂസസ് എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ന്യൂസസ് നോക്കുകയാണെങ്കിൽ NLC ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 3% സ്റ്റേക്ക് സെല് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫ്ലോർ പ്രൈസ് 303 per ഷെയർ ആണ്. ഓക്കെ, IRB ഇൻഫ്രാസ്ട്രക്ചറിന്റെ ടോൾ നിരക്കുകൾ 25% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വർധന മീൻസ് അവർക്ക് റവന്യൂ 25% വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. 843 കോടിയോളം ആയിട്ടുണ്ട്. അതായത് 672 കോടി നിന്നും ലാസ്റ്റ് ഇയർ ഈ സമയത്ത് 272 കോടിയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ടോളിന്റെ വരുമാനം തന്നെ 843 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗ്യാസം ഇൻഡസ്ട്രീസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ്. ഫേസ് 2 എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് കർണാടകയിൽ 3094 കോടിയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഹിപ്സെ ടെക്നോളജീസ് ഗൂഗിൾ ക്ലൗഡുമായിട്ട് ചേർന്ന് ഒരു AI ഇന്നോവേഷൻ സോണ് കൊളാബറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കാലിഫോർണിയയിൽ. പിന്നെ റെയിൽ വികാസ് നിയമത്തിനായി 221 കോടിയുടെ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസിന് കിട്ടിയിട്ടുണ്ട്. JNK ഇന്ത്യ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അതിന് ഒരു ലാർജ് ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. ഫ്രം ബിറ്റ്വീൻ 100 കോടി ആൻഡ് 300 കോടിയാണ് ഓർഡർ സൈസ് പറയുന്നത്. CC7 എമിറേറ്റ്സ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസിന്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ഫോർ വേസ്റ്റ് ഗ്യാസ് ഹാൻഡ്ലിംഗ് സൊല്യൂഷന്റെ നിലവിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയും ന്യൂസസ് നിലവിലുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോക്സ് ഒക്കെ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. ഞാനും ഇന്നലെ കുറച്ച് സ്റ്റോക്സ് ഒക്കെ നമുക്ക് ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോക്സ് എല്ലാം ഫോക്കസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. ജോയിൻ ചെയ്തിട്ടില്ലാത്ത ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി അപ്ഡേറ്റുകളെല്ലാം നമ്മൾ ടെലിഗ്രാം ചാനലിൽ തരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.